നമ്മളൊക്കെ നിയമവാഴ്ചയിൽ വിശ്വാസമുള്ളവരാണ്. ആ വിശ്വാസമാണ് നമ്മളെ സമാധാനമായിട്ട് ഉറങ്ങാൻ സഹായിക്കുന്നത്. ആ വിശ്വാസത്തിന് ഉലച്ചിൽ തട്ടിക്കഴിഞ്ഞാൽ സാധാരണ മനുഷ്യർ വളരെ ഡിസ്റ്റർബ്ഡ് ആകും. മാത്രമല്ല, ആ വിശ്വാസം പിടിച്ചു കുലുക്കുന്നത് സുപ്രീം കോടതിയാകുമ്പോൾ അത് വല്ലാത്ത പ്രയാസമാണ്. സുപ്രീം കോടതി ഇപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നുന്നു എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ മുഹമ്മദ് താഹിർ ഹുസൈൻ, ഇയാൾ ഡൽഹിക്കാരനാണ്. അവിടെ മുനിസിപ്പൽ കൗൺസിലറൊക്കെ ആയിരുന്നു. 2020 ഡൽഹി കലാപം, അതിനകത്തെ മുഖ്യ കഥാപാത്രമാണ്. ഒരു ഇൻ്റലിജൻസ് ഓഫീസറുടെ കൊലപാതകത്തിന് കാരണക്കാരനാണ് മുഹമ്മദ് താഹിർ ഹുസൈൻ. അതിൽ അറസ്റ്റിലാണ്, ജയിലിലാണ്. 2020 മുതൽ ജയിലിൽ കിടക്കുകയാണ്. 10-11 കേസുകളുണ്ട്. അതിലൊരു 8 കേസിൽ അദ്ദേഹത്തിന് ജാമ്യവും കിട്ടിയിട്ടുണ്ട്. ബാക്കി 3 കേസ് പെൻഡിങ് ആണ്. ഇത് കൂടാതെ ഇദ്ദേഹത്തിൻ്റെ പേരിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ മണി ലോണ്ടറിങ്ങിൻ്റെ കേസുമുണ്ട്. ഇങ്ങനെയുള്ള മനുഷ്യൻ ഇപ്പോൾ വരാൻ പോകുന്ന ഡൽഹി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നാട്ടിൽ നിയമങ്ങൾ വിചിത്രമായൊരു ഏരിയയാണ് തെരഞ്ഞെടുപ്പുകൾ. തെരഞ്ഞെടുപ്പിൽ ജയിലിൽ കിടക്കുന്നവർക്ക് വോട്ടവകാശമില്ല, പക്ഷെ അവർക്ക് സ്ഥാനാർത്ഥിയാവാം. ആലോചിച്ചു, നമ്മളുടെ നിയമമാണ്. ജയിലിൽ കിടക്കുന്നവന് വോട്ടവകാശമില്ല, പക്ഷേ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാം. അങ്ങനെ മത്സരിച്ചവരുണ്ട്, ജയിച്ചവരുമുണ്ട്. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ മുഹമ്മദ് താഹിർ ഹുസൈന് മത്സരിക്കണം. ഇയാൾ ജാമ്യത്തിന് അപേക്ഷിച്ചു ഡൽഹി ഹൈക്കോടതിയിൽ. ഡൽഹി ഹൈക്കോടതി പറഞ്ഞു ജാമ്യം തരാൻ പറ്റില്ല, കസ്റ്റോഡിയൽ പരോൾ തരാം. നാമനിർദ്ദേശ പത്രിക കൊടുക്കാനായിട്ട് കസ്റ്റോഡിയൽ പരോൾ എന്ന് വെച്ചാൽ, സാധാരണ പരോളെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കമ്മിറ്റി കൂടിയിട്ട് ഇയാളെ പരോളിൽ 10 ദിവസം വിട്ടേക്കെന്ന് പറയും. അയാൾ വീട്ടിലോ എവിടെയാണെന്ന് വെച്ചാൽ 10 ദിവസം കഴിയുമ്പോൾ പോയിട്ട് തിരിച്ചു വരും. ഇതാണ് പരോൾ. കസ്റ്റോഡിയൽ പരോൾ എന്ന് പറഞ്ഞാൽ ഇയാളുടെ കൂടെ പോലീസ് ഉണ്ടാകും. പോലീസ് ഇയാളെയും കൊണ്ട് ജില്ലാ കളക്ടറുടെ അടുത്ത് പോകുന്നു. ഇയാൾ നോമിനേഷൻ്റെ ഫോർമാലിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നു, നോമിനേഷൻ ഫയൽ ചെയ്യുന്നു, തിരിച്ച് പോലീസ് ജീപ്പിൽ കയറി തിരിച്ച് ജയിലിൽ വരുന്നു. കസ്റ്റോഡിയൽ പരോൾ. ഇയാൾക്കത് പറ്റില്ല, എനിക്ക് ജാമ്യം തന്നെ വേണം. ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. അതുകൊണ്ട് സുപ്രീം കോടതി ഇന്ന് ഇൻ്ററിം ബെയിൽ വേണം. ജാമ്യാപേക്ഷ പരിഗണിച്ചൊക്കെ വന്നു കഴിയുമ്പോൾ താമസിക്കുമല്ലോ. അതിനിടയ്ക്ക് ഇടക്കാല ജാമ്യം. ഇപ്പോൾ ഒരു കാര്യം അറിയാമോ, ഇടക്കാല ജാമ്യം എന്ന് പറഞ്ഞ നിയമത്തിൽ ഒരു ജാമ്യമില്ല. ഇതെന്നെ പോലെയുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ തല്ലാൻ വരും, ഇയാൾക്ക് തലയ്ക്ക് വെളിവില്ല, ഹാഹു എന്നൊക്കെ പറയും. ഇത്തവണ സുപ്രീം കോടതി തന്നെ അതങ്ങോട്ട് എഴുതി. ദ എക്സ്പ്രഷൻ ഇൻ്ററിം ബെയിൽ ഈസ് നോട്ട് ഡിഫൈൻഡ് ഇൻ ദ കോഡ്. എന്ന് വെച്ചാൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ ഇൻ്ററിം ബെയിൽ എന്നുള്ള എക്സ്പ്രഷൻ ഇല്ല. ഇറ്റ് ഈസ് ആൻ ഇന്നോവേഷൻ ബൈ ലീഗൽ നിയോലോജിസം വിച്ച് ഹാസ് ഗെയിൻഡ് അക്സെപ്റ്റൻസ് ആൻഡ് റെക്കഗ്നിഷൻ. ലീഗൽ നിയോലോജിസം എന്നൊന്നും പറയേണ്ട സുപ്രീം കോടതി ഉണ്ടാക്കിയ ഒരു വാക്കാണ് ഇൻ്ററിം ബെയിൽ. എന്തിനാണ് ലാറ്റിൻ വേർഡ് കൊണ്ടൊക്കെ അതിങ്ങനെ ലീഗൽ നിയോലോജിസം? എന്ത്? സുപ്രീം കോടതി ഉണ്ടാക്കിയ വാക്കാണ്. അവർക്കാവശ്യമുള്ളവർക്ക് മറ്റുള്ളവർ ഹൈക്കോടതി ജാമ്യം പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഡേറ്റ് ആയിട്ടില്ല, ലിസ്റ്റ് ചെയ്തില്ല എന്നൊക്കെ. എനിക്ക് അർജൻറ്റായിട്ട് ജാമ്യം കിട്ടണം. അപ്പോൾ വലിയ പണക്കാരും സ്വാധീനമൊക്കെ ഉള്ളവരും വലിയ വക്കീലന്മാരെ ഇറക്കിയിട്ട് ഇൻ്ററിം ബെയിൽ, ഹൈക്കോടതി തീരുമാനിച്ച് വരുന്നതിനിടയ്ക്കുള്ള ഒരു ബെയിൽ, ഇങ്ങനെ ചെയ്തതാണ്. ഇതിനെ ലാറ്റിൻ വേർഡ് കൊണ്ട് ന്യായീകരിക്കാനൊന്നും പറ്റില്ല. The terms interim bail, interim suspension of sentence have been used and accepted as part of legal vocabulary and are well-known expressions. അതെ, വെൽ നോൺ ആക്കി നിങ്ങളെല്ലാം കൂടെ. ഇതിൽ സുപ്രീം കോടതി ഒരു വാക്കിറക്കി വിട്ട് കഴിഞ്ഞാൽ അതെല്ലാവരും അംഗീകരിക്കുകയല്ലേ, അത് പിന്നെ വെൽ നോൺ ആയതുകൊണ്ട് അത് സുപ്രീം കോടതി അംഗീകരിക്കുകയും ചെയ്തു. ഇതാണ് ഇതിൻ്റെ സർക്കിൾ കംപ്ലീറ്റ് ആക്കുന്നത്. ഞാൻ ഇറക്കി വിടുന്ന ഒരു വാക്ക് നാട്ടുകാരെല്ലാം ആ വാക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ മോഹൻദാസെ താനെന്താ ഈ വാക്ക് ഉപയോഗിക്കുന്നു? നാട്ടുകാരെല്ലാം ഉപയോഗിക്കുന്നു, അതുകൊണ്ട്. നാട്ടുകാർ ഉപയോഗിക്കുന്നത് എന്താ? മോഹൻദാസ് ഇറക്കി വിട്ടതുകൊണ്ട്. ഇങ്ങനെയുള്ള, ഞാൻ അതൊക്കെ എന്ത് പറയാനാണ് ഇതിനൊക്കെ.
അപ്പോൾ ഈ 2 ജഡ്ജിമാരാണ് ഈ കേസ് പരിഗണിച്ചത്. ഒന്ന് പങ്കജ് മിത്തൽ, പിന്നെ ഒന്ന് നമ്മുടെ, ഞാനിപ്പോൾ പറയാം, 2 ജഡ്ജ്മെൻറ്റാണ് ഈ കേസിൽ വന്നിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. 2 ജഡ്ജിമാർ വിരുദ്ധ അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഒന്ന് എഴുതിയിരിക്കുന്നത് അഹ്സാനുദ്ദീൻ അമാനുള്ള, ജസ്റ്റിസ് അഹ്സാനുദ്ദീൻ അമാനുള്ള. ആദ്യത്തെ ജഡ്ജ്മെൻറ്റ് പങ്കജ് മിത്തലിൻ്റെ. 2 അംഗ ബെഞ്ച് 2 രീതിയിൽ. ഒരാൾ ഇയാൾക്ക് ഇൻ്ററിം ബെയിൽ കൊടുക്കാൻ പറ്റില്ല എന്ന് എഴുതുന്നു, മറ്റേ ആൾ കൊടുക്കാമെന്നും എഴുതുന്നു. എന്ത് ചെയ്യും? ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ചില പ്രിൻസിപ്പിൾസൊക്കെ വന്നു കഴിയുമ്പോൾ അതിൽ ഭിന്നമായ അഭിപ്രായം ജഡ്ജികൾ എഴുതാറുണ്ട്. അതിൽ തെറ്റുമില്ല. ബട്ട് ഒരാൾക്ക് ജാമ്യം കൊടുക്കുന്ന കേസിൽ ഒരാൾ കൊടുക്കാമെന്നും മറ്റേ ആൾ കൊടുക്കില്ലെന്നും ഒക്കെ എഴുതുന്നത് അത്യപൂർവമാണ്. ഇതുപോലെ മുമ്പ് സംഭവിച്ച് ഞാൻ കണ്ടിട്ടുള്ളത് അബ്ദുൽ നാസർ മദനിയുടെ കേസിലാണ്. അബ്ദുൽ നാസർ മദനിയുടെ ജാമ്യ കേസ് ഇതുപോലെ ഡിഫറൻ്റായിട്ട് വന്നിരുന്നു. ഡിഫറൻ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഒന്നുകിൽ 3ാമതൊരു ജഡ്ജിക്ക് വിടാം, അല്ലെങ്കിൽ 3 ബെഞ്ച് ജഡ്ജിന് വിടാം. 3 പേരുള്ള ബെഞ്ചിലേക്ക് വിടാം, അല്ലെങ്കിൽ വേറൊരു ഒറ്റ ജഡ്ജി 3ാമത്തെ ആൾ പരിശോധിക്കട്ടെ. അപ്പോൾ അയാളുടെയും കൂടെ ആയി കഴിയുമ്പോൾ 3ആയല്ലോ ജഡ്ജ്മെൻറ്റ്, അതിൽ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം. ഇതാണ് പ്രൊസീജിയർ. ഈ പ്രൊസീജിയറൊക്കെ കഴിയുമ്പോൾ കണ്ടു മുഹമ്മദ് താഹിർ ഹുസൈന് ജാമ്യവും കിട്ടില്ല, ഡൽഹി തെരഞ്ഞെടുപ്പും കഴിയും. ഇതാണ് കോടതിയിലെ വേറൊരു ടെക്നിക്ക്. ചുമ്മാ അവർ വെച്ച് താമസിപ്പിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ. അതും ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് പ്രയാസം എന്താണെന്ന് വെച്ചാൽ, ഒരു ജഡ്ജി പറയുന്നു ഇങ്ങർക്ക് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ധാരാളം പേര് ഇൻ്ററിം ബെയിലിന് വരുമല്ലോ. ഈ ജഡ്ജി പറയുന്നുണ്ട് രാജ്യത്ത് ഒരു സ്ഥലത്തല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതിനൊക്കെ നോമിനേഷൻ കൊടുക്കുകയും അതിൻ്റെ ക്യാമ്പയിൻ നടത്താൻ, ഇലക്ഷൻ പ്രചരണത്തിനാണ് ഈ മനുഷ്യൻ ജാമ്യം ചോദിക്കുന്നത്. ഇലക്ഷൻ പ്രചരണം നടത്തണമല്ലോ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ കുറഞ്ഞ 20 ദിവസത്തെ ജാമ്യം എനിക്ക് കിട്ടണം, പ്രചരണം നടത്തണ്ടേ, ഞാൻ സ്ഥാനാർത്ഥിയായാലും മാത്രം പോരല്ലോ. ഇപ്പോൾ ഈ കസ്റ്റോഡിയൽ പരോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്ഥാനാർത്ഥിയാകാൻ പറ്റും, പക്ഷേ പ്രചരണം നടത്താൻ പറ്റില്ലല്ലോ. പ്രചരണം നടത്താൻ എനിക്ക് അവകാശമുണ്ട്. എന്താ തനിക്ക് അവകാശം? കേജ്രിവാളിനുള്ള അവകാശം. കേജ്രിവാളിന് ഇലക്ഷൻ പ്രചരണം നടത്താനല്ലേ സുപ്രീം കോടതി ജാമ്യം കൊടുത്തത്? ആണല്ലോ. അപ്പോൾ പിന്നെ ഈ മുഹമ്മദ് താഹിർ ഹുസൈന് കൊടുക്കാത്തത് എന്താ? ഇതാണ് അയാൾ ഉന്നയിച്ച ചോദ്യം, ന്യായമായ ചോദ്യമല്ലേ. കേജ്രിവാൾ എനിക്ക് ജാമ്യം വേണ്ട, എൻ്റെ കേസ് റദ്ദാക്കണം, ഇതാണ് എൻ്റെ ആവശ്യം. കേസ് റദ്ദാക്കില്ല, പക്ഷേ ജാമ്യം തരാം. വേണ്ട, എനിക്ക് ജാമ്യം വേണ്ട. അല്ല, ഞങ്ങൾ തരും. ഇങ്ങനെയാണ് കേജ്രിവാളിനെ ഇറക്കി വിട്ടത്. ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ ജഡ്ജ്മെൻറ്റിൽ, ഞാനിതിങ്ങനെ പാരാവാരം പോലെ ഇത് വായിക്കണില്ല എന്ന് വിചാരിച്ചിട്ട് രത്ന ചുരുക്കം നിങ്ങളോട് പറയാണ്. ഈ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിരിക്കുകയാണ് കേജ്രിവാൾ മുഖ്യമന്ത്രിയായിരുന്നു, പിന്നെ ആം ആദ്മി പാർട്ടി എന്ന നാഷണൽ പാർട്ടിയുടെ പ്രസിഡൻറ്റുമായിരുന്നു. അതുകൊണ്ടാണ് കൊടുത്തത്. മുഹമ്മദ് താഹിർ ഹുസൈൻ ഇതൊന്നും അല്ലല്ലോ. മുഹമ്മദ് താഹിർ ഹുസൈൻ മുഖ്യമന്ത്രിയാണോ? അല്ല. ഏതെങ്കിലും നാഷണൽ പാർട്ടിയുടെ പ്രസിഡൻ്റാണോ? അല്ല. മുഹമ്മദ് താഹിർ ഹുസൈൻ ഡൽഹിയിൽ ഒരു കൗൺസിലറായിരുന്നു, അത് ആം ആദ്മി പാർട്ടിയുടെ പേരിലായിരുന്നു. അത് രാജിവെച്ചു. എന്നിട്ട് ഓൾ ഇന്ത്യ, നമ്മുടെ ഈ സാധനം ഉണ്ടല്ലോ AIMIM OICയുടെ, അത് ഓൾ ഇന്ത്യ മസ്ജിദുൽ ഇത്തിഹാദുൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞുള്ള MIM, ഈ സാധനത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഇങ്ങേരിപ്പോൾ. ഇങ്ങേർക്കൊക്കെ സ്ഥാനാർത്ഥിയാകാൻ കത്ത് കൊടുക്കാൻ ഈ നാട്ടിൽ ഈ പറഞ്ഞ അസദുദ്ദീൻ ഒവൈസി മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല. കാരണം ഇയാൾ കാട്ടിക്കൂട്ടിയ വികാസുകൾക്ക് ഇതൊന്നുമില്ല. ഡൽഹി കലാപം നടക്കുമ്പോൾ ഈ മുഹമ്മദ് താഹിർ ഹുസൈൻ്റെ വീടിൻ്റെ ടെറസിൽ ബോംബ്, പെട്രോള്, കല്ല്, ആണി വെച്ച കോൺക്രീറ്റ് കൊണ്ട് ചതുരക്കട്ടയുണ്ടാക്കി അതിൽ ആണി എംബെഡ് ചെയ്തു, അത് വെച്ചാണ് എറിയുന്നത്. ഇതൊക്കെ തയ്യാറാക്കി വെച്ച് വലിയ ഫാക്ടറി സെറ്റപ്പായിരുന്നു ഇയാളുടെ ടെറസിൽ. ഇയാൾ പറയുന്നത് എന്നറിയാമോ? എൻ്റെ വീട് ഭീകരർ കയ്യേറി, ഞാനെന്ത് ചെയ്യാനാണ്? ഇത് ഈ പാർട്ടിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ നിൽക്കാനായിട്ട് ജാമ്യം ചോദിച്ചു വരുന്നു. ജഡ്ജിമാർ വിഷമിക്കുന്നു. ഇയാളുടെ എന്ത് സമാധാനം പറയും? കാരണം കൊടുത്തില്ലേ കേജ്രിവാളിന്. അപ്പോൾ പങ്കജ് മിത്തലിൻ്റെ ജഡ്ജ്മെൻറ്റിൽ അദ്ദേഹം പറയുന്നു ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും എല്ലാ തിരഞ്ഞെടുപ്പിലും കൊണ്ടുപോയി നോമിനേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് വരും.
അവർക്കെല്ലാം കൊടുക്കേണ്ടി വരില്ലേ? കൊടുക്കേണ്ടി വരുമെന്ന്. നിങ്ങൾ കേജ്രിവാളിനും ജാമ്യം കൊടുക്കുമ്പോൾ ഇത് ആലോചിക്കണമായിരുന്നു. ഈ പ്രശ്നം വരും. നിങ്ങൾ കൊടുത്തു. കേജ്രിവാളിന് മാത്രമാണോ? ആ ഭീകരവാദിയില്ലേ റാഷിദ് എഞ്ചിനീയർക്ക് ക്യാമ്പയിൻ ചെയ്യാൻ വരെ ഇവർ ജാമ്യം കൊടുത്തതാണ്. അയാൾ ക്യാമ്പയിൻ നടത്തി, അയാൾ ജയിച്ചു, അയാൾ MP ആണ്, പക്ഷേ ജയിലിലാണ്. എന്തിനാ ഈ നാടകം? എനിക്ക് മനസ്സിലാകുന്നില്ല. റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് ഉണ്ട്, നരേന്ദ്രമോദിയുണ്ട്, ലോക്സഭയുണ്ട്, ഭൂരിപക്ഷമുണ്ട്, ജഡ്ജിമാരുണ്ട്, എല്ലാമുണ്ട്. എന്നിട്ട് ഈ ഭോഷ്ക്ക് നമ്മുടെ കൺമുമ്പിൽ നടക്കുന്നു. ഒരാൾ ജയിലിൽ കിടക്കുന്നു. UAPA ചാർജാണ്. ഈ മുഹമ്മദ് താഹിർ ഹുസൈൻ്റെ പേരിൽ UAPA ചാർജാണ്. റാഷിദ് എഞ്ചിനീയർ UAPA ചാർജായിരുന്നു. അൺലോഫുൾ അസംബ്ലി പ്രിവെൻഷൻ ആക്ട്. ഇതാണ് അൺലോഫുൾ അസംബ്ലി അല്ല, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്റ്റാണ് UAPA 1967 നിലവിൽ വന്നതാണ്. വളരെ കടുത്ത വകുപ്പുകളൊക്കെ ആയിട്ട്. അതിൽ പിന്നീട് 2008 ചിദംബരം എന്തോ ഭേദഗതിയൊക്കെ വരുത്തി കുറച്ചുകൂടെ കടുപ്പിച്ച് ഇങ്ങനെയൊക്കെയാണ്. ഈ കേസുകളിൽ പെട്ട മനുഷ്യരാണ്. അതിൽ മുഹമ്മദ് റാഷിദ് എഞ്ചിനീയർക്ക് നിങ്ങൾ ജാമ്യം കൊടുത്തു, ക്യാമ്പയിൻ നടത്താൻ ജാമ്യം കൊടുത്തു. താഹിർ ഹുസൈൻ വരുമ്പോൾ നിങ്ങൾ കൊടുക്കില്ല. അതിനെന്ത് ന്യായം പറയും? ഭാഗ്യത്തിന് റാഷിദ് എഞ്ചിനീയറിൻ്റെ കേസ് ഈ വാദിഭാഗം ഉന്നയിച്ചിട്ടേ ഇല്ല. താഹിർ ഹുസൈൻ ഉന്നയിച്ചില്ല, അങ്ങേരുടെ വക്കീലും ഉന്നയിച്ചില്ല. അതെനിക്ക് അത്ഭുതമായിട്ട് തോന്നുന്നു. എന്തുകൊണ്ടാണ് അത് ഉന്നയിക്കാഞ്ഞത്? കാരണം അതിന് സമാധാനം പറയാൻ ഇവർ തോറ്റുപോകും, ജഡ്ജിമാർ. അപ്പോൾ പങ്കജ് മിത്തൽ ഇതിൽ രക്ഷപ്പെട്ടത് ഇങ്ങനെയാണ്. അല്ല, അത് കേജ്രിവാൾ മുഖ്യമന്ത്രിയായിരുന്നു, കൂടാതെ ആം ആദ്മി പാർട്ടിയുടെ നാഷണൽ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ക്യാമ്പയിൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ആവശ്യമായിരുന്നു. നിങ്ങളങ്ങനെയൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് തരാൻ പറ്റില്ല. നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർക്കെല്ലാം കൊടുക്കേണ്ടി വരും. മാത്രമല്ല, ക്യാമ്പയിൻ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഫിസിക്കൽ സാന്നിധ്യം ആവശ്യമില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ക്യാമ്പയിൻ ചെയ്യാമല്ലോ, നിങ്ങളുടെ ആൾക്കാരുണ്ടാവുമല്ലോ, അവരെ കൊണ്ട് ചെയ്യിക്കുക. ഇതൊക്കെ പറയുകയാണ് ജസ്റ്റിസ് പങ്കജ് മിത്തൽ. അതുകൂടാതെ ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു. ഈ ലഹള നടന്ന സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലം ഈ താഹിർ ഹുസൈൻ്റെ വീടിന് ചുറ്റുമാണ്. താഹിർ ഹുസൈൻ അവിടെയാണ് ക്യാമ്പയിൻ നടത്താൻ പോകുന്നത്. ക്യാമ്പയിൻ നടത്താൻ എന്നുള്ള പേരിൽ അവിടെ പോവുകയും സാക്ഷികളെ ഭീഷണിപ്പെടുത്തുകയോ തല്ലുകയോ കൊല്ലുകയോ ചെയ്തു കഴിഞ്ഞാൽ ആര് സമാധാനം പറയും? അതുകൊണ്ട് താഹിർ ഹുസൈന് ജാമ്യം കൊടുക്കാൻ പറ്റില്ല എന്ന് പങ്കജ് മിത്തൽ. ബട്ട് അസാനുദ്ദീൻ അമാനുള്ള അദ്ദേഹം പറഞ്ഞു കാര്യമൊക്കെ ശരി. വിത്ത് ഗ്രേറ്റ് റെവറൻസ് ഫോർ ദ ഇറുഡൈറ്റ് ഒപ്പീനിയൻ എക്സ്പ്രസ്ഡ് ബൈ മൈ ലേണഡ് ബ്രദർ പങ്കജ് മിത്തൽ, I express my inability to concur with him. എല്ലാ ബഹുമാനത്തോടെയും ഞാൻ വിയോജിക്കുന്നു എന്നാണ് അസാനുദ്ദീൻ അമാനുള്ള പറയുന്നത്. അമാനുള്ളയുടെ കണ്ടെത്തലുകൾ ഒരുപാടുണ്ട്. 1 മുതൽ 15 എത്രയുണ്ട്? ഇത് 18 പേജുണ്ട്. 18 പേജിൽ അമാനുള്ള പറയുന്നത് ചുരുക്കി ഞാൻ പറയാം. 4 വർഷവും 5 മാസവുമായി ഈ മനുഷ്യൻ ജയിലിൽ കിടക്കുന്നു. അതിലാർക്കും തർക്കമില്ല, താഹിർ ഹുസൈൻ ജയിലിലാണ്. ഇങ്ങേരുടെ പേരിലുള്ള ED കേസ്, മണി ലോണ്ടറിങ് കേസിൽ മാക്സിമം ശിക്ഷ 5 വർഷമാണ്. അതിൽ 4 വർഷവും 5 മാസവും ഇപ്പോൾ കടന്നു കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ള കേസുകൾ അതിൻ്റെയൊക്കെ ശിക്ഷയുണ്ടാകും, ചിലതിൽ ജീവപര്യന്തം ഉണ്ടാകും, എന്തും ആകാം. ഏതായാലും ഏകദേശം 5 വർഷം ജയിലിൽ കിടന്ന ഒരാൾ, അയാൾ തിരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു, അയാൾക്ക് ജാമ്യം കൊടുത്തു. പിന്നെ അത് എല്ലാവരും ജാമ്യം ചോദിക്കില്ല എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. എന്നുവെച്ചാൽ കേസ് ടു കേസ് ബേസിസിൽ നമുക്ക് പോകാം. ഈ കേസിൻ്റെ വിചാരണ ഇതുവരെ തുടങ്ങിയിട്ടില്ല. സാക്ഷി വിചാരണ തുടങ്ങി, കുറച്ച് പേരുടെ കഴിഞ്ഞു, ഇപ്പോഴും മുഴുവൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അമാനുള്ള ജഡ്ജി പറയുന്നത്, നിങ്ങൾ ഈ വിചാരണ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി ആളുകളെ ജയിലിലിടുക, അവർക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റുന്നില്ല, ക്യാമ്പയിൻ ചെയ്യാൻ പറ്റുന്നില്ല, എന്തൊരു ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് നാളെ ആരെങ്കിലും ജാമ്യാപേക്ഷമായിട്ട് വന്നാൽ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിട്ട് ഇന്നേ കയറി ജാമ്യം നിഷേധിക്കുന്നത് നല്ലതല്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നിങ്ങൾ തടഞ്ഞിരിക്കുകയാണ്. റൈറ്റ് ടു ഇക്വാളിറ്റി, അത് ഇതൊക്കെ തടഞ്ഞിരിക്കുകയാണ്. ദെയർഫോർ ഇയാൾക്ക് ജാമ്യം കൊടുക്കാവുന്നതാണ്. ഇതാണ്
അമാനുള്ളയുടെ ജഡ്ജ്മെൻറ്റ്. രണ്ടുപേരും കൂടെ എന്ത് ചെയ്തു? അടുത്തൊരു ഓർഡർ. സിൻസ് അവർ ഒപ്പീനിയൻസ് ആർ ഡിഫറിങ്, വി ഡയറക്ട് ദ രജിസ്ട്രി ടു പ്ലേസ് ദ പേപ്പേഴ്സ് ഇമ്മീഡിയറ്റ്ലി ബിഫോർ ഓണറബിൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. രണ്ടുപേരും കൂടെ ഒപ്പിട്ടിട്ട് ചീഫ് ജസ്റ്റിസിന് തിരിച്ചു കൊടുത്തു. ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമാണ്, ചേട്ടൻ യുക്തമായ തീരുമാനം എടുത്തു. സാധാരണഗതിയിൽ യുക്തമായ തീരുമാനം എന്ന് പറഞ്ഞാൽ 3 ജഡ്ജ് ബെഞ്ചിന് പോവുക, അല്ലെങ്കിൽ സിംഗിൾ ബെഞ്ചിന് വിടുക. ഏതായാലും ഇത് തീരുമാനമൊക്കെ ആയി വരുമ്പോൾ ഡൽഹി തിരഞ്ഞെടുപ്പ് കഴിയും, സുപ്രീം കോടതി അതിൽ നിന്ന് രക്ഷപ്പെടും. ഇങ്ങനെയാണ് കോടതികൾ പലപ്പോഴും ഈ പരസ്പര വിരുദ്ധമായ വിധി അത് ഇതൊക്കെ വന്ന് ആകെ കച്ചറയായി കഴിയുമ്പോൾ ഇതിനെന്താ ഒരു മാർഗം? മാറ്റിവെക്കുക. ടൈം വിൽ സോൾവ് ദ പ്രോബ്ലം. ഇപ്പം ഞാനാണ് ഇപ്പോൾ പ്രശ്നമായിട്ട് ഇങ്ങനെ കോടതിയിലേക്ക് ഒരു രക്ഷയില്ല ഇയാളെ മാനേജ് ചെയ്യാൻ. കാരണം ഇയാൾ പറയുന്നതൊക്കെ ന്യായമാണ്. പല രീതിയിൽ ഇയാൾ നോക്കും, ഒരു രക്ഷയില്ല. കേസെടുത്ത് ഭരണത്ത് വെച്ചോളാം. കേസ് ഭരണത്തെടുത്ത് വയ്ക്കും, ലിസ്റ്റ് ചെയ്യില്ല, അവിടെ കിടക്കും. ഒരു ദിവസം ഞാൻ ചാകുമല്ലോ, ആരും ചിരഞ്ജീവിയല്ലോ. ഒന്നുകിൽ ഞാൻ ചാകും, അല്ലെങ്കിൽ ജഡ്ജിമാർ ചാകും, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. പണ്ട് ഈ അക്ബറിൻ്റെ കൂടെ ബീർബൽ ഉണ്ടായിരുന്നു. അക്ബർ ബീർബലിനോടല്ല എല്ലാവരോടുമായിട്ട് പറഞ്ഞു, ഇതാ ഒരു കുതിര നിൽക്കുന്നു, ഇതിനെ ഒന്ന് പറപ്പിക്കണം, ചിറക് മുളപ്പിച്ച് പറപ്പിക്കണം, 5 വർഷത്തെ സമയം തരാം. ആരും തയ്യാറായില്ല. ബീർബൽ പറഞ്ഞു, ഞാൻ പറപ്പിക്കാം. ആ ശരി എന്നൊക്കെ പറഞ്ഞു. രാജാവൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ആൾക്കാർ കൂടിയിട്ട് പോയി, താനെന്ത് പൊട്ടത്തിലാണ് പോയി കാണിച്ചത്? 5 വർഷം കൊണ്ട് കുതിരയ്ക്ക് എന്താ ചിറക് മുളയ്ക്കാൻ പോകുന്നു? അപ്പോൾ ബീർബൽ പറഞ്ഞു, 5 വർഷത്തിനിടയ്ക്ക് എന്തൊക്കെ സംഭവിക്കാം? രാജാവ് മരിച്ചു പോവാം, ഞാൻ മരിച്ചു പോവാം, കുതിര മരിച്ചു പോവാം, പിന്നെ കുതിരയ്ക്ക് ചിറക് വന്നു എന്നും വരാം. അതുകൊണ്ടല്ലോ ചിലപ്പോൾ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് സുപ്രീം കോടതിയിലെ കേസുകൾ. ഒന്നുകിൽ വാദി മരിക്കും, അല്ലെങ്കിൽ പ്രതി മരിക്കും, അല്ലെങ്കിൽ വക്കീൽ മരിക്കും, അല്ലെങ്കിൽ ജഡ്ജി മരിക്കും. പടാറടങ്ങിയിട്ടായിരിക്കും തീരുന്നത്. എൻ്റെ സുപ്രീം കോടതി ഇത് സുപ്രീം കോടതിയാണോ സുപ്രീം കൺഫ്യൂഷനാണോ? താങ്ക് യു.